57 മുതൽ മാറി മാറി കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കഴിഞ്ഞ 9 കൊല്ലത്തിലേറെയായി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകുന്ന ഈ ഇടതുപക്ഷ സർക്കാരുകൾ ലക്ഷ്യമിടുന്നത് ഒരു സമത്വസുന്ദരമായ കേരളമല്ലേ? കേരളപ്പിറവി ഐക്യകേരളമുണ്ടായിട്ട് 69 വർഷം തികയുന്ന ഈ ദിവസത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. സിനിമാ നടന്മാരായ മോഹൻലാലിൻ്റെയും കമലഹാസൻ്റെയും മമ്മൂട്ടിയുടെയും സാന്നിധ്യത്തിൽ ആണ് ഈ പ്രഖ്യാപനം. ആലോചിച്ചു നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിൽ പട്ടിണിയില്ലാത്ത ഒരു സമൂഹത്തെ മാത്രമാണോ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്? സമത്വസുന്ദരമായ ഒരു ജനത, അതല്ലേ കമ്മ്യൂണിസ്റ്റ് സ്വപ്നം? എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പം, അതിലേക്കല്ലേ കമ്മ്യൂണിസ്റ്റുകാർ യാത്ര ചെയ്യേണ്ടത്? അതിദാരിദ്ര്യമില്ലാത്ത ഒരു കേരളം എന്ന് പറയുമ്പോൾ ദരിദ്രർ ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ? അപ്പോൾ ദാരിദ്ര്യം പാടെ തുടച്ചു നീക്കുകയും എല്ലാവർക്കും സുഭിക്ഷമായ തരത്തിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന, പട്ടിണിയില്ലാത്ത, പരിവട്ടമില്ലാത്ത, തൊഴിൽ രഹിതരില്ലാത്ത ഒരു കേരളം, അതായിരിക്കണ്ടേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സങ്കല്പം? ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത് 65,000-ഓളം വരുന്ന അതിദരിദ്രരെ തുടച്ചു നീക്കി എന്നാണ്. പക്ഷേ ആദിവാസി മേഖലയിലും ദളിത് മേഖലയിലും ഇന്നും പട്ടിണി പാവങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ, കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ അപകടം, കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ദരിദ്രരുടെ കണക്കനുസരിച്ച് 4.5 ലക്ഷത്തിലധികം കാർഡുകൾ, റേഷൻ കാർഡുകൾ, അവർക്ക് സൗജന്യ റേഷനുണ്ട്. ഇപ്പോഴത്തെ പ്രഖ്യാപനം വരുന്നതോടെ ആ 4.5 ലക്ഷം പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ പോലും ഇല്ലാതാകും. അങ്ങനെ റേഷനരിയെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവൻ്റെ കഞ്ഞുകുടി മുട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ അതിദരിദ്ര നിർമ്മാർജ്ജന പ്രഖ്യാപനം. വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് തെറ്റായ കണക്കുകൾ കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നാണ്. അപ്പോൾ വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് മന്ത്രി MP രാജേഷിൻ്റെ പ്രതികരണം. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ഒരു മയക്ക് വെടിയാണെന്നാണ്. കാരണം ഇപ്പോഴുള്ള പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ പ്രഖ്യാപനവും എല്ലാം മയക്ക് വെടിക്ക് തുല്യമാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു ചീട്ട് കൊട്ടാരം പോലെ ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിയമസഭയിൽ ഏറ്റവും ഒടുവിൽ CPM MLA ആയ മമ്മിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് മന്ത്രി അനിൽ നൽകിയ മറുപടിയിൽ തന്നെ കേരളത്തിൽ 4.5 ലക്ഷത്തിൽ അധികം അതിദരിദ്രർ ഉണ്ടെന്നാണ് മറുപടി നൽകിയത്. മാസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ എണ്ണം 65,000-ആയി കുറയുന്നതും ആ 65,000 പേരുടെ പട്ടിണി ഒരു മാന്ത്രിക വടി കൊണ്ടെന്ന പോലെ ഇവർ ഇല്ലാതാക്കുന്നത്?